നമസ്കാരം. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഒരു മലയാള ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ പേര് തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി. ചിത്രം പക്ഷേ OTT റിലീസ് ചെയ്തത് അങ്ങനെ വലിയ തോതിലൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള OTT റിലീസ് ചെയ്തതിന്റെ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ബൈ ചാൻസ് ഞാനിങ്ങനെ ടെലഗ്രാം നോക്കിയ സമയത്താണ് ഇത്തരത്തിലൊരു സിനിമ OTT വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഉടനെ തന്നെ ഞാൻ അതിന്റെ ഒരു യൂട്യൂബിൽ അതിന്റെ ഒരു ട്രെയിലർ നോക്കി. അപ്പോൾ ട്രെയിലർ നോക്കിയ സമയത്ത് നമ്മുടെ റിമ കല്ലിങ്കലാണ് ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. പിന്നെ റിമ കല്ലിങ്കലിനെ കൂടാതെ പിന്നെ പരിചിതമായിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ കോമഡീസിനും അതുപോലെ ചെറിയ ചെറിയ സിനിമയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടൊക്കെ ഉള്ള പേര് എടുത്ത് പറയാൻ അറിയാത്ത ചില ആളുകളാണ് ഇതിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതായത് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സജിൻ ബാബു എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളി തന്നെയാണ് ഇതിന്റെ കഥയും തിരക്കഥയും ഒക്കെ രചിച്ചിരിക്കുന്നത്. ഈ പുള്ളിയെ കുറിച്ച് ഞാനൊന്ന് നോക്കിയ സമയത്ത് 2020 ഇദ്ദേഹം ഒരു സിനിമ എടുത്ത് വലിയൊരു വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ ചിത്രത്തിന്റെ പേരാണ് ബിരിയാണി എന്ന് പറയുന്നത്. അതായത് കനി കുസൃതി കേന്ദ്ര കഥാപാത്രമായി എത്തി മുസ്ലിം സമുദായത്തിലെ ചില കഥകളെ തുറന്നു കാണിക്കുന്ന ബിരിയാണി എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് സജിൻ ബാബു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണുന്ന എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സജിൻ ബാബു കഥ പറയുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. സജിൻ ബാബുവിന്റെ ഡയറക്ഷൻ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ രീതിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഒരു കഥയെ വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അത് സൂക്ഷ്മമായ ആളുകളുടെ മനസ്സിലേക്ക് മുറിച്ചു കയറ്റുന്ന ഒരു രീതിയാണ് സജിൻ ബാബുവിന്റെ കഥ പറച്ചിലിന്റെ രീതി എന്ന് പറയുന്നത്. അതായത് വളരെ ആഴത്തിൽ ഇത്തരത്തിലുള്ള സജിൻ ബാബുവിന്റെ സിനിമകൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ചിത്രം കാണണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ ചിത്രം ഞാൻ ഇന്ന് രാവിലെ കണ്ടു. ചിത്രത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ചിത്രം ഈ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കുറച്ച് മിത്തും അതുപോലെ തന്നെ കുറച്ച് അന്ധവിശ്വാസങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കഥ പറയുന്ന രീതിയാണ്. അതായത് 2026 തന്നെയാണ് കഥ നടക്കുന്നത്. ഒരു തുരുത്ത്, ആ തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയും മകളും. ഈ അമ്മയും മകളായിട്ടുള്ള വേഷത്തിൽ മകളുടെ വേഷമാണ് റീമ കല്ലിങ്കൽ ചെയ്യുന്നത്. ഒരു കാലത്ത് വളരെ പ്രതാപശാലികളായിരുന്ന ഒരു കുടുംബക്കാരായിരുന്നു ഇവര്. ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു തറവാടിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നാഗശാപമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ തറവാടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നാഗക്കാവ് ഉണ്ടായിരുന്നു. അവിടെ ഇവര് പൂജകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഈ കുടുംബത്തിന് നാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളും നാഗശാപങ്ങളൊക്കെ ഉണ്ടെന്ന് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അതായത് ഈ റിമ കല്ലിങ്കലിന്റെ അമ്മയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവര് ഇവരായിട്ട് തെറ്റിയിട്ട് മാറി നിൽക്കുകയാണ്. അവർക്ക് ഇവരുടെ ഈ ഒരു തുരുത്തിലുള്ള ഈ ഒരു സ്വത്ത് സ്വന്തമായിട്ട് കിട്ടണമെന്നും അവിടെ ഒരു റിസോർട്ട് തുടങ്ങണമെന്നും ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവർ ഈ ഒരു സ്വത്ത് വിറ്റിട്ട് അവിടുന്ന് മാറി താമസിക്കാൻ ഇവരൊട്ടും വില്ലിങ്ങും അല്ലായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കഥയിലൂടെ ചില സംഭാഷണങ്ങളിലൂടെയൊക്കെ സജിൻ ബാബു നമ്മളോട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു തുരുത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവര് മുൻപ് പ്രതാപശാലികളായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തുരുത്തിൽ ഇവർക്ക് എന്താണ് കുറെ തെങ്ങും തോപ്പുകളും കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തെങ്ങിലൊക്കെ കയറുന്നത് ഈ പെൺകുട്ടി തന്നെയാണ്. ഈ പെൺകുട്ടി തളപ്പ ഉപയോഗിച്ച് തെങ്ങിൽ കയറുന്നു, തേങ്ങ ഇടുന്നു, അതുപോലെ വലിയ വലിയ മരങ്ങളിൽ കയറുന്നു, ചക്ക പറിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ആണിന്റെ കരുത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് റിമ ഈ ഒരു ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. അങ്ങനെ ഇവള് ആ കടവിൽ നിന്ന് തോണി തുഴഞ്ഞ് ഇത് അക്കരെ കൊണ്ടുവന്ന് വിൽക്കുകയും അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ എനിക്ക് ഈ പെൺകുട്ടി ഒരു പ്രാണി കടിക്കുകയും ഈ പെൺകുട്ടിക്ക് ശരീരമാസകലെ ഒരു ചൊറിച്ചിൽ വരികയും ചെയ്യുന്നു. ശേഷം ഈ പെൺകുട്ടിക്ക് ഈ വസൂരി പോലെയുള്ള ഒരു മാറാരോഗം പിടിപെടുന്നതാണ് കഥയുടെ കേന്ദ്ര ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിനൊരു പ്രധാന കാരണമായിട്ട് ഈ സിനിമയിലുള്ള ആളുകൾ കാണുന്നതെന്ന് പറയുന്നത് നാഗശാപം തന്നെയാണ്. അതായത് നാഗക്കാവ് തൊട്ടടുത്തുണ്ട്. അതിന്റെ എന്തെങ്കിലും ശാപമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള രോഗം വന്നതെന്നാണ് ആളുകൾ കരുതുന്നത്. അങ്ങനെ ഈ ഒറ്റപ്പെട്ട തുരുത്തിൽ നിന്നും പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സമൂഹത്തിന്റെ കഥ തന്നെയാണ് സിനിമ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടിലുണ്ടായിരുന്ന ഒരു യൂട്യൂബറും അതുപോലെ തന്നെ ഈ പെൺകുട്ടി സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്ന കടക്കാരനും ചേർന്നിട്ട് ഈ പെൺകുട്ടിയെ രക്ഷിക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചികിത്സാ ചെലവിൽ സോഷ്യൽ മീഡിയ വഴി പണം പിരിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് വിദേശത്ത് നിന്ന് മരുന്നെത്തിക്കുകയും ചികിത്സ കൊടുക്കുന്നതൊക്കെയാണ് സിനിമയുടെ ഒരു കഥ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇതിനിടയിൽ സംഭവിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ആധുനിക കാലഘട്ടത്തിലും വലിയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നും എന്നാൽ ചില അന്ധവിശ്വാസങ്ങൾക്ക് ഒക്കെ എന്താ പറയുക വിശ്വാസത്തിന്റെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു എന്നും കൂടെ ഈ സിനിമ നമ്മളോട് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്.
കാരണം ഈ പെൺകുട്ടി ഇതിനു മുമ്പ് ഈ നാഗക്കാവിൽ വെച്ചിട്ട് പെൺകുട്ടിയുടെ കാമുകനുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഒരു ചിത്രം ഇതിലുണ്ട്. അതുകൂടാതെ തന്നെ പല സമയത്തും റീമ കല്ലിങ്കലിനെ അർദ്ധനഗ്നിയായിട്ട്, അതായത് ശരീരം ചില സ്ഥലത്തൊക്കെ ന്യൂഡിറ്റി പ്രകടമാക്കുന്ന ഒരു സിനിമ കൂടെയാണ്. അതായത് ഒരു 18+ സിനിമ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ റീമ കല്ലിങ്ങിന് കാമുകം കൂടാതെ മറ്റു ചില പുരുഷന്മാരായിട്ട് ബന്ധമുണ്ട് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ, അതായത് ഈ പെൺകുട്ടിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ നാഗശാപം ഉള്ളത് കൊണ്ട് ഇപ്പം വയസ്സൊക്കെ കുറെ ആയിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ ചില ആളുകൾ സമീപിക്കുകയും ചില മോശപ്പെട്ട കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി കാമുകനുമായിട്ട് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ അമ്മ ഇത് കാണുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് നാഗക്കാവിൽ വെച്ചിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു രോഗം പിടിപെടുന്നത്. അങ്ങനെ ആധുനിക കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു മിത്തോളജി നമ്മളോട് മിത്തിന്റെ കഥ കൂടെ കൂട്ടിച്ചേർത്ത ഒരു വലിയ രീതിയിലുള്ള ഒരു സിനിമ കഥ നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സജിൻ ബാബു എന്ന് പറയുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഒരു സിനിമ സ്റ്റൈലിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കണ്ട് പറയുന്ന രീതിയിൽ തന്നെ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നോവലൊക്കെ വായിക്കുന്ന രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി പ്രകടനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റീമ കല്ലിങ്കലാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റീമ കല്ലിങ്കൽ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ ചെറിയൊരു നാടകീയത വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കനി കുസുദ്ദീന്റെ ബിരിയാണി എന്ന് പറയുന്ന ചിത്രത്തിലൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും ഒരു പരിധി വരെ റീമ കല്ലിങ്കലിന് ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയാം. പിന്നെ ഈ സിനിമയായിട്ട് സാദൃശ്യം തോന്നുന്ന മറ്റൊരു സിനിമയാണ് നമ്മുടെ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഉർവശി ചേച്ചിയും അതുപോലെ പാർവതി തിരുവോത്തും കേന്ദ്ര കഥാപാത്രങ്ങളായി ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമേന്റെ ഒരു കഥാപശ്ചാത്തലമൊക്കെ ആയിട്ട് സാമ്യമുണ്ട്. ഒരു തുരുത്ത്, തോണി, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ തന്നെയുള്ള ഒരു എന്താ പറയുക കളർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ട് വന്ന ആളുകളൊക്കെ തന്നെ വലിയ മോശമില്ലാത്ത ആളുകളായിരുന്നു. എന്നിരുന്നാലും നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായം